ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 38. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 15 ഇതിലെ ദേവത എന്ന് പറയുന്നത് ഋതുക്കളാണ്. ഇപ്പോൾ ഋതുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ കാലാവസ്ഥയെല്ലാം പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. വസന്തം, ഗ്രീഷ്മം എന്നെല്ലാം. അതെല്ലാം നമ്മളെ കർമ്മങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതിൻ്റെ പിന്നിലുള്ള ചില പ്രേരക ശക്തികളുണ്ട്. അതാണ് പ്രധാനപ്പെട്ട സീസൺസിൽ നമ്മൾ ചെടികൾ നടുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ആ പൊസിഷനിലുള്ള പ്രേരക ശക്തിയാണ് അതിന് നല്ല വണ്ണം വളരാനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അപ്പം സീസൺസിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് ആദ്യം മണ്ഡലം 1 എന്താണ്, മന്ത്രം 1 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15 ഋഷി മേധാതിഥി കണ്വൻ, ദേവത ഋതു പ്രഭൃതികൾ, ഛന്ദസ് ഗായത്രി. ഇന്ദ്ര സോമം പിബ ഋതുനാത്വാ വിശന്തി ഇന്ദവഃ മത്സരാസസ്തതോകസഹാം. ഇന്ദ്രൻ ഋതുസഹിതം വന്ന് സോമത്തെ പാനം ചെയ്ത് അത് ഇന്ദ്രന്റെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഇന്ദ്രൻ തൃപ്തിപ്പെടട്ടെ. ഇവിടെ ഇന്ദ്രനോട് പറയുകയാണ്, നീ ഋതുക്കളോട് ചേർത്ത് കൊണ്ടുവരികയാണ്, വരിക, എന്നാലും നമ്മൾ തരുന്ന സോമം നിന്റെ ശരീരത്തിൽ നല്ലോണം പിടിക്കുന്നു. നമ്മളെല്ലാ കർമ്മം ചെയ്തു കൊടുക്കുന്ന ആർക്കാണ്? ഇന്ദ്രനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ദ്രനാണ് തൃപ്തിപ്പെടുത്തിയിട്ട് അതിനെല്ലാം പാകപ്പെടുത്തിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. നമ്മളിപ്പോൾ ഒരു ചെടി അതിൻ്റെ യഥാർത്ഥ സമയത്ത് നട്ട് കഴിഞ്ഞാൽ ഇന്ദ്രനാടെ വന്നിട്ട് ഇന്ദ്രൻ എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നത്? വെള്ളവും കൊടുക്കും, നല്ല മണ്ണിൽ വെച്ചിട്ട് വളമെല്ലാം ഇട്ട് കൊടുത്ത് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ല വിത്തും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ സ്വീകരിക്കും. എന്നിട്ട് ആ വിത്തിനെന്ത് ചെയ്യും? മുളപ്പിക്കും. അങ്ങനെയാണ് ആ വിത്ത് നല്ല നിലയിൽ മുളക്കുന്നത്. അപ്പം നമ്മൾ ഇന്ദ്രനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കഥയിൽ നിന്റെ ശരീരത്തിൽ നല്ലവണ്ണം പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ നല്ല ഋതുക്കളോടൊപ്പം വരണം. യഥാർത്ഥ ഋതു ആ കാലത്തിൽ മഴയെല്ലാം കഴിഞ്ഞിട്ട് നടാൻ പറ്റുന്ന സമയത്ത് വിത്ത് നട്ട് കഴിഞ്ഞാൽ നല്ല നിലയിൽ മുളക്കും. അപ്പം പല കർമ്മങ്ങളും ആ സീസൺസ് നോക്കിയിട്ട് നടണം. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15 മരുത പിബത ഋതുനാം പോത്രാദജ്ഞം പുനീതനാം യൂയം ഹിഷ്ഠ സുദാനവഃ. മരുദ്ഗണങ്ങൾ ഋതുക്കളോടുകൂടി ഹോതാവിന്റെ പാത്രത്തിൽ നിന്ന് സോമരസം പാനം ചെയ്ത് എന്റെ യജ്ഞത്തെ പവിത്രമാക്കുന്നു. ഈ രണ്ടാമത്തെ മന്ത്രത്തിലെ മരുദ്ഗണങ്ങളെയാണ് ക്ഷണിക്കുന്നത്. ആരോടൊപ്പം? ഋതുക്കളോടൊപ്പം. എന്നിട്ട് നിങ്ങൾ മരുത്തുക്കളോട് പറയാണ്, നിങ്ങളും ആ സോമം പാനം ചെയ്തിട്ട് എൻ്റെ യജ്ഞം ഫലഭൂയിഷ്ടമാക്കും, അല്ലെങ്കിൽ ഫലം നൽകുന്ന തരത്തിലാക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നൽകണം. അപ്പം മരുത്തുക്കളും ചില കർമ്മങ്ങളിൽ മരുത്തുക്കൾ വലിയ പ്രാധാന്യമുണ്ട്. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനയിൽ 49 ഗോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഗോളങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗോളങ്ങളുടെ ചലനമനുസരിച്ചാണ് ഇവിടെ മഴ പെയ്യുന്നതെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അല്ലാതെ സൗരയൂഥ സിസ്റ്റം മാത്രമല്ല, പുറത്തുള്ള വലിയ ഗോളങ്ങളും ചലിക്കുന്നുണ്ട്. ആ ചലിക്കുന്ന പ്രപഞ്ചഘടനയായി ബന്ധപ്പെട്ടത് 7 ലോകങ്ങളിൽ 49 എണ്ണമുണ്ട്. അപ്പോൾ ചലിക്കുമ്പോൾ ഭൂമിയോട് അടുക്കുമ്പോഴെല്ലാം ആകർഷണ ഫലം കൂടിയിട്ട് മഴയായിട്ട് അതിനെല്ലാം സ്വാധീനമുണ്ട്. അപ്പം മരുത്തുക്കൾ നല്ല അനുകൂലമായ സ്ഥാനത്ത് വരുമ്പോൾ നല്ല ആ സമയത്ത് നല്ല മഴ കിട്ടും. ചെടികൾ നല്ല ഫലഭൂയിഷ്ടമായിട്ട് ഫലങ്ങൾ നൽകും. അല്ലെങ്കിൽ കായ്ക്കേണ്ടതാണെങ്കിൽ കായ്ക്കും. വിത്ത് നടിയാണെങ്കിൽ നല്ല നിലയിൽ വിത്ത് മുളച്ചു വരും. ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ
ഇതിനെല്ലാം സ്വാധീനിക്കുന്ന വേറൊരു സംഗതിയാണ് മരുത്തുക്കൾ. അതുകൊണ്ട് മരുത്തുക്കളിൽ ക്ഷണിക്കുകയാണ് നീ വന്നിട്ട് നമ്മളെ കർമ്മങ്ങൾ. അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന വേറൊരു ഘടകമാണ് മരുത്തുക്കൾ. അത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം നല്ല കാലാവസ്ഥയുള്ള സമയത്ത് മരുത്തുക്കളും കൂടി അനുകൂലമായി വരികയാണെങ്കിൽ ആ പ്രകൃതി നമ്മളെ കൃഷിക്കെല്ലാം യോജിച്ചതായിട്ട് മാറും. ഇനി നമുക്ക് മൂന്നാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-3 അഭിയജ്ഞം ഗൃണീഹി നോ ജ്ഞാവോ നേഷ്ടഃ പിബ ഋതൂനാം ത്വം ഹി രത്നഥ അസി. ത്വഷ്ടാവ് പത്നി സഹിതം വന്ന് ഞങ്ങളുടെ യജ്ഞത്തിൽ ശരിയായ രീതിയിൽ പ്രശംസിക്കുകയും ഋതുക്കളോടുകൂടി സോമപാനം നടത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് രത്നം നൽകുകയും ചെയ്യുന്നു. ഇവിടെ ത്വഷ്ടാവ് എന്ന് പറഞ്ഞാൽ സൂര്യനായിട്ട് എടുക്കാം. സൂര്യൻ്റെ പിന്നിലുള്ള മറ്റുള്ളതെല്ലാമായിട്ട് ഗ്രഹങ്ങളെല്ലാമായിട്ട് എടുക്കാം. ത്വഷ്ടാവിനോടും പറയുകയാണ്, അല്ലെങ്കിൽ സൂര്യനോട് പറയുന്നതായിട്ട് എടുത്താൽ മതി. സൂര്യനോട് പറയുകയാണ് നീ പത്നി സമേതം വന്നിട്ട്, പത്നി എന്ന് പറയുമ്പോൾ ചന്ദ്രന് വേണ്ടിയിട്ട് എടുക്കാം, വന്നിട്ട് ഋതുക്കളുമായിട്ട് വന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് നല്ല രത്നങ്ങളെല്ലാം നൽകണം. രത്നം നൽകുക എന്ന് പറഞ്ഞാൽ നല്ല ധനം നൽകുക എന്നാണ്. അതായത് നമ്മൾ ഋതുക്കളോടൊത്തുകൂടി വരാൻ പറയുകയാണ്. അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണം തന്നെ ഈ സൂര്യൻ്റെ പ്രത്യേക സ്ഥാനമാണ്. മേടത്തിൽ നല്ല ചൂട്, ഇടവത്തിൽ മഴ, അങ്ങനെ സീസൺസ് എല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ. ആ സീസണിന് കാരണം തന്നെ സൂര്യനാണ്. അപ്പം സൂര്യനും വരണം. അനുകൂലവശമായ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ സൂര്യനിലെ മാസം നോക്കിയിട്ട് തന്നെയാണ് പല കൃഷിയെല്ലാം ഇറക്കുന്നത്. അപ്പോൾ സൂര്യനും നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ സൂര്യനോടും കൂടി പറയുകയാണ് പത്നി സമേതം ചന്ദ്രനുമായിട്ട് ചേർന്ന് വെച്ചുകൊണ്ട് വരിക. ഏത് ഋതുക്കളോടൊത്ത് വന്നിട്ട് സോമം പാനം ചെയ്യുക. നമ്മൾ നൽകുന്ന ഇൻപുട്ട് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണം, രത്നങ്ങളെല്ലാം നീ നൽകണമെന്ന് പറയുന്നത് ധനം നമുക്ക് നൽകുക. നമ്മൾ ഉൽപ്പന്നങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ധനസമ്പാദന എല്ലാം ധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമുക്ക് നാലാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-4 അഗ്നേ ദേവാമിഹാവഹ സാധയ യോനിഷു ത്രിഷു പരിഭൂഷ പിബ ഋതുന. അഗ്നി ദേവതകളെ ഇവിടെ കൊണ്ടുവന്ന് യജ്ഞത്തിൻ്റെ 3 ഭാഗങ്ങളിലും ഇരുത്തിയിട്ട് അവരെ ആഭരണങ്ങൾ അണിയിച്ച് സോമപാനം ചെയ്യിക്കുന്നു. ഇവിടെ അഗ്നിയോടാണ് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്, അഗ്നി ഊർജ്ജം ഉണ്ടെങ്കിലല്ലേ എല്ലാ കർമ്മവും ചെയ്യാൻ പറ്റും. അപ്പോൾ അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമാണ്. ഊർജ്ജത്തോട് വന്നിട്ട് നമ്മൾ 3 സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പോകുകയാണ്. നമ്മൾ 3 ആക്സസ് ഉണ്ട്, 3 ദിശയുണ്ട്, വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് മുകളിൽ താഴെ. ഇങ്ങനെ 3 ഭാഗങ്ങളിലും അഗ്നി വന്നിട്ട് എന്ത് ചെയ്യണം, അവരെ ആഭരണങ്ങൾ അണിയിച്ചിട്ട്, ആഭരണം അണിയിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ആർത്ഥത്തിലല്ല എടുക്കേണ്ടത്, നമ്മൾ നൽകുന്ന വസ്തുക്കളെ അണിയിച്ചൊരുക്കുക. എന്തിനു വേണ്ടി, നല്ലൊരു വസ്തുവായിട്ടാണ്. ആഭരണങ്ങളെ അണിയിക്കുക എന്ന് പറയുമ്പോൾ അണിയിച്ചൊരുക്കുക എന്ന നിലയിൽ. അപ്പം നമ്മൾ അരിയും കൊടുത്തു, ഉറപ്പുള്ള അരിയും കൊടുത്ത് വെള്ളവും കൊടുത്ത് അഗ്നിനെ വിളിക്കുമ്പോൾ അഗ്നി അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി അതിനെ എന്ത് ചെയ്യും, അണിയിച്ചൊരുക്കിയിട്ട് നല്ല സുന്ദരമായ ചോറാക്കിയിട്ട് നല്ല വെള്ള അരി ചോറ്, നല്ല ചോറ് അണിയിച്ചൊരുക്കിയിട്ട് നമുക്ക് തരും. അതായത് ഊർജത്തിൻ്റെ സഹായത്താൽ എന്ത് കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ഊർജ്ജം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം നല്ല ഭംഗിയുള്ള സാധനം അതുണ്ടാക്കി തരും. അപ്പോൾ അഗ്നിയാണ് വേറൊന്ന് നമ്മളെ കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി 5ാമത്തെ മന്ത്രം ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-5 ബ്രാഹ്മണാദിന്ദ്രരാധസ പിബ സോമം ഋതും ജനു തവേധി സഖ്യം അസ്തൈർദം. ഇന്ദ്രൻ ബ്രാഹ്മണാശംസിയുടെ പാത്രത്തിൽ നിന്ന് ഋതുക്കളോടൊപ്പം സോമരസം പാനം ചെയ്യുന്നു. കാരണം അവരുടെ മൈത്രി ബന്ധം ഒരിക്കലും തകരുന്നില്ല.
ഇവിടെ ഇന്ദ്രനോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നീ ബ്രാഹ്മണസ്പതിയുടെ പാത്രത്തിൽ നിന്നും ഋതുക്കളോടൊത്ത് വന്ന് സോമം കുടിക്കുക. അപ്പം നമ്മൾ നൽകുന്ന ഇൻപുട്ടെല്ലാം ഈ പ്രപഞ്ചത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം തന്നെ ബ്രാഹ്മണസ്പതി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. പ്രപഞ്ചത്തിലെ കർമ്മങ്ങളെല്ലാം ശക്തിവിശേഷത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെല്ലാം കർമ്മം നടക്കുന്നുണ്ട്, അവിടെയെല്ലാം ഇന്ദ്രനെത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന പാത്രത്തിൽ തന്നെയാണ് കർമ്മങ്ങൾ നടക്കുന്നത്. പ്രപഞ്ച പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ കൊണ്ടും കർമ്മം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കർമ്മത്തിൽ നീ പങ്കെടുക്കുക. ഈ പ്രപഞ്ചമാകുന്ന പാത്രത്തിൽ നടക്കുന്ന കർമ്മത്തിൽ നമ്മളും പങ്കെടുക്കുകയാണ്. ആ കർമ്മത്തിൽ നീ പങ്കെടുക്കുക. എന്നിട്ട് ഇത് വിജയമാക്കി തരുക. കാരണം നീ ആ ബ്രാഹ്മണസ്പതിയായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. കാരണം പ്രപഞ്ചത്തിൽ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത്. ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രനും അതുമായിട്ട് വലിയ മൈത്രി ബന്ധത്തിലാണ്. അപ്പം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിന് യോജിച്ച കർമ്മമാണെങ്കിൽ അത് ചെയ്തു തരും. അല്ല, കാലത്തിന് അനുയോജിച്ച കർമ്മമാണെങ്കിൽ അത് സാധിപ്പിച്ചു തരും. കാലത്തിനെതിരായാണെങ്കിലോ അത് സാധിപ്പിക്കില്ല. അപ്പോൾ ഓരോ സീസണിൽ നടേണ്ട ചെടിയുണ്ട്. ആ സീസണിൽ തന്നെ നമ്മൾ നടുകയാണെങ്കിൽ ചെടി നല്ലോണം വളരും. അല്ല, ആ സമയം നടാതെ നമുക്ക് തോന്നുന്ന സമയം കൊണ്ട് നട്ടാലോ ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ബ്രാഹ്മണസ്പതിയുടെ സപ്പോർട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കാലം എന്തെല്ലാം ഓരോന്നും നടാൻ ഓരോ സമയമുണ്ട്. ആ സമയത്ത് തന്നെ നട്ടാലേ അത് മുളക്കും. ആ തരത്തിൽ ഇതിനെ കാണും. ഇനി 6ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-6. യുവം ദക്ഷം ധൃതവൃത മിത്രാ വരുണ ദൂളഭം ഋതുനാ യജ്ഞം ആശാധേ. ദൃഢവ്രതക്കാരായ മിത്രനും വരുണനും കർമ്മങ്ങളിൽ മുഴുകി ഋതുക്കൾ സഹിതം ഞങ്ങളുടെ യജ്ഞത്തിൽ ആഗതരാകുന്നു. ഇവിടെ ദൃഢവ്രതക്കാരായ, അതായത് എല്ലാം കണിശമായിട്ട് കർമ്മം ചെയ്യുന്ന 2 പേരാണ് പിന്നെ മിത്രവരുണന്മാർ. മിത്രവരുണന്മാർ എന്ന് നമ്മൾ കണ്ടു. മിത്രം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നതും അനുയോജിച്ച സമയത്ത് ചെയ്യണം. ഒന്ന് സീസണാണ്, ഋതുക്കളാണ്. അത് മാത്രമല്ല, അനുയോജിച്ച സമയത്ത് ചെയ്യണം. അപ്പം നമ്മളെല്ലാം ഒരു ചെടി നടുമ്പോൾ രാവിലെയെല്ലാം നടും. ഈ നട്ടുച്ച കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം ചെടികളെല്ലാം നടുന്ന അനുയോജ്യമായ സമയത്ത്, നല്ല മഴ പെയ്യുന്ന സമയത്ത് കൊണ്ട് ഒരു ചെടി വിത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം ഒലിച്ചു. അപ്പോൾ അനുകൂലമായ സാഹചര്യം. മിത്രം എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന ഫ്രണ്ട്സാണ്. അപ്പം മിത്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമായ സാഹചര്യത്തിൽ വരുണനും എങ്ങനെയാണ്? ഓർബിറ്റുകളാണ്. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. എന്തെങ്കിലും ഒരു രാസപ്രവർത്തനം, ഇപ്പം വിത്ത് മുളക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയ രാസപ്രവർത്തനങ്ങളിലും ഘടനയിൽ ചേഞ്ച് വരുന്നുണ്ട്. ആ രാസപ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ഇലക്ട്രോണാണ്. ഇലക്ട്രോണിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഓർബിറ്റിനെ അനുസരിച്ച് ആണ് ഇരിക്കുന്നത്. അല്ലെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ കിടന്ന് കറങ്ങുന്ന ഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം മിത്രനും വരുണനും ഋതുക്കളും സമയം, അതായത് സീസൺസ്, അനുകൂലമായ സമയം അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? കർമ്മങ്ങൾ ചെയ്യണം. കാരണം അവരെല്ലാം ആ തങ്ങളുടെ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അത്രയും കൃത്യതയിലാണ് അവർ ചെയ്യുക. ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാകുക. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയാലേ വെള്ളം ഉണ്ടാവുള്ളൂ. അല്ല, 2 ഹൈഡ്രജനും 2 ഓക്സിജനും കൂടിയാൽ വെള്ളമല്ല കിട്ടുക, വേറെ സാധനമാണ് കിട്ടുക. അത്രയും കണിശക്കാരാണ് ഈ വരുണനും ഓർബിറ്റുകളും. നല്ല മഴ പെയ്യുന്നിടത്തുകൊണ്ട് വിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒന്നും ആവില്ല. അപ്പോൾ അവരെല്ലാം കണിശക്കാരാണ്. അനുകൂലമായ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ, സീസൺസിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടും. അപ്പോൾ അതാണ് പിന്നെയുള്ള ഘടകങ്ങൾ. അനുകൂല സാഹചര്യവും അനുയോജിച്ച സീസണും പിന്നെയോ രസതന്ത്രത്തിൽ അനുയോജിച്ച രാസപ്രവർത്തനങ്ങളിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായി തന്നെ
ചെയ്യണം. ഇനി 7-ാമത്തെ മണ്ഡലം 1 സൂക്തം 15-7. ദ്രവിണോഭാദ്രവിണസോ ഗ്രാവഹസ്താസോ അധ്വരേ യജ്ഞേഷു ദേവമീളതേ. സമ്പത്ത് ആഗ്രഹിക്കുന്ന യജമാനൻ സോമം തയ്യാറാക്കുന്നതിനായി കല്ലുകൾ വഹിച്ചുകൊണ്ട് ധനദാതാവായ അഗ്നിയെ പൂജിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, യജമാനൻ ധനം നേടാൻ വേണ്ടിയിട്ട് അനുയോജ്യമായ കല്ലുമായിട്ട് അഗ്നിയെ പൂജിക്കുന്നു എന്നാണ്. കല്ല് എന്ന് പറഞ്ഞാൽ ഇടിക്കല്ല്, പൊടിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ അമ്മിക്കല്ലെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതായത് എന്ത് കർമ്മം ചെയ്യണമെങ്കിൽ ചിലതെല്ലാം പൊടിച്ചെടുത്തിട്ട് ഇപ്പോൾ മണ്ണ് എല്ലാം ഇടിച്ച്, അപ്പം ഇടിക്കുന്ന എന്നത് ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. സോമം നല്ല പവിത്രമാക്കേണ്ടി ഇടിച്ച് പിഴിഞ്ഞെല്ലാം എടുക്കുക. അപ്പം കല്ല് വേണം. ആ കല്ലും എല്ലാം തയ്യാറാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പണ്ട് കാലത്ത് അമ്മിയില്ലാതെ ഒരു പരിപാടി നടക്കില്ല. ഇന്ന് അമ്മിക്ക് പകരം കല്ലിന് പകരം മിക്സിയും ഗ്രൈൻഡറും എല്ലാം ആണ്. ഗ്രൈൻഡറിൻ്റെ അകത്തും കല്ല് തന്നെയാണുള്ളത്. കല്ല് എന്ന് പറഞ്ഞാൽ പൊടിക്കുക എന്നർത്ഥം. മിക്സിൻ്റെ അകത്തും പൊടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, യജമാനൻ അതിനെല്ലാം ആശ്രയിച്ചിട്ട് അഗ്നിക്ക്, ധനത്തിന് വേണ്ടിയിട്ട് അഗ്നിയെ പൂജിക്കുന്നു. കാരണം ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? ഊർജം കൊണ്ടാണ്. കല്ല് വെറുതെ വന്നിട്ടൊന്നും ചെയ്ത് തരില്ല. അമ്മിക്കല്ലിൽ നമ്മളെന്ത് വേണം? നമ്മളെ ശക്തി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കണം. മിക്സിയിലാണെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കണം. അല്ല കല്ലായിട്ട് വന്ന് ചെയ്ത് തരില്ല. അപ്പം കല്ലിനെ അഗ്നിയായിട്ട് നമ്മൾ ചെയ്ത് സഹായത്താൽ അഗ്നിയെ പൂജിക്കുന്നു, കല്ലും കൊടുത്തിട്ട്. ഇതിന് നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാം. ഇനി 8-ാമത്തെ മണ്ഡലം ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-8. ദ്രവിണോഭാദധാതുനോ വസൂനിയാനി ഷുണ്ണിരേ ദേവേഷു താവനാമഹേ. അഗ്നി ഞങ്ങൾക്ക് എല്ലാ സമ്പത്തും പ്രദാനം ചെയ്യുന്നു. ഞങ്ങൾ ആ ധനം ദേവനായി അർപ്പണം ചെയ്യുന്നു. ഇവിടെ എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഇതിനെല്ലാം ചിന്തിച്ചിട്ട് വേണം കർമ്മം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് അഗ്നിയോട് പറയുകയാണ്, നീ നമുക്ക് അറിയപ്പെടുന്ന എല്ലാ സമ്പത്തുകളും നൽകുക എന്ന് പറയുകയാണ്. നമ്മളിതെല്ലാം കർമ്മം ചെയ്യുന്നതിനാണ് സമ്പത്തിന് വേണ്ടി. പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ പണം കിട്ടും, സൗഭാഗ്യം കിട്ടും. എന്നിട്ട് എന്തും പറയുന്നുണ്ട്, ഈ ധനം ദേവനായി അർപ്പണം ചെയ്യുന്നു. ദേവനായി അർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദേവതകൾക്കായി, അതായത് ഈ പ്രപഞ്ചത്തിനായി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്വാർത്ഥതക്കല്ല ഈ കർമ്മങ്ങളെല്ലാം, നമ്മുടെ ഈ ലോക പുരോഗതിക്കായിട്ടാണ് നമ്മൾ അർപ്പിക്കുന്നത്. ലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദേവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച ശക്തി വിശേഷത്തിന് വേണ്ടി. നമ്മുടെ കർമ്മമെല്ലാം എന്തിനനുസരിച്ചായിരിക്കണം? ലോക നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, നിസ്വാർത്ഥ കർമ്മമായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ധനം നൽകുക, അത് നല്ല നിലയിലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. എല്ലാം നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കില്ല. ഇനി 9-ാമത്തെ മണ്ഡലം ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-9. ദ്രവിണോദാപി ഭീഷതി ജുഹോദ പ്രചതിഷ്ഠതേ നേഷ്ട്രാദൃതു ഫിർയിഷ്യത. അഗ്നി ധനദാതാവും സോമപാന ഇച്ഛുവുമാണ്. അഗ്നിക്ക് ആഹൂതി നൽകി സ്വന്തം സ്ഥാനത്തേക്ക് അതിവേഗം മടങ്ങിപ്പോകുക. ഋതുക്കൾ സഹിതം നേഷ്ടാവിന്റെ പാത്രത്തിൽ നിന്നും സോമം പാനം ചെയ്യൂ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ധനം നൽകുന്ന അഗ്നി സോമം കുടിക്കുന്നതിന് താല്പര്യമുള്ളവരാണ്. നമ്മൾ എന്ത് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് അഗ്നി സ്വീകരിച്ചു. അതാണ്, അതെടുത്തിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചോറ് കിട്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി അതെടുക്കും. എന്നിട്ട് അത് കുടിച്ചോളും. എന്നിട്ട് നമുക്ക് ചോറ് തരും. സാമ്പാറിനുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതെടുക്കും. എന്നിട്ട് നമുക്ക് സാമ്പാർ തരും. അപ്പം അവനെന്ത് ചെയ്യണം? അതിവേഗം വന്നിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് തിരിച്ചു പോകൂ എന്ന് പറയുകയാണ്. ഋതുക്കൾ സഹിതം, അതായത് അനുയോജ്യമായ സീസൺസിൽ തന്നെ. ഋതുക്കളെ പറ്റിയാണല്ലോ ഈ അധ്യായം. അനുയോജ്യമായ സീസൺസിൽ വന്നിട്ട് നമ്മളെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചിട്ട് നീ വേഗത്തിൽ പോവുക. എന്നിട്ട് 10-ാമത്തെ മന്ത്രം
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-10. യത്വാ തുരീയം ഋതുഭിർ ദ്രവിണോഭായ ജാമഹേ അധസ്മാനോ ദതിർഭവാം. ധനദാതാവായ അഗ്നി ഋതുക്കൾ സഹിതം ഞങ്ങൾക്ക് 4 പ്രാവശ്യവും അർപ്പണം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ധനം ദാനം ചെയ്യുന്നവൻ ആണ് അഗ്നി. ഇത് ധനദാതാവോട് പറയുകയാണ്, നമ്മൾ 4 പ്രാവശ്യവും നിങ്ങൾക്ക് ആഹൂതി അർപ്പിക്കുകയാണ്. ആർക്ക്? ഋതുക്കളിൽ, ഉചിതമായ ഋതുക്കളിൽ നിങ്ങൾക്ക് 4 പ്രാവശ്യം ആഹൂതി അർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് ആവശ്യമായ ധനം നൽകുന്നതിന് വേണ്ടി. അപ്പം 4 പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ 4 പ്രാവശ്യമായിട്ട് എടുക്കാം. ഏതെല്ലാം എടുക്കാം? രാവിലെ, വൈകുന്നേരം, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി, ഇങ്ങനെ വേണ്ടിയിട്ട് 4 തരത്തിലായിട്ട് എടുക്കാം. ഇത് 4 ഭാഗം എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പല പ്രാവശ്യം എന്നുള്ള മീനിങ്ങിൽ അതിന് എടുത്താൽ മതി. അങ്ങനെ പല പ്രാവശ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ യജ്ഞം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് പല സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്, പല കാലങ്ങളിൽ, പല സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഒരു ഋതുക്കളിൽ ചില കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? സീസൺസിൽ നമ്മൾ വിത്ത് വാക്കും, വേറെ സമയത്ത് കളയെല്ലാം പറിച്ചു മാറ്റും, വേറെ വെള്ളമെല്ലാം ഒഴിക്കും, വേറെ സമയത്ത് വളമിടും. അങ്ങനെ പല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴെല്ലാം ഇന്ദ്രനെ വിളിച്ചിട്ടെല്ലാം തന്നെയാണ് ഇവരെയും ഈ സീസണെല്ലാം നോക്കി തന്നെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇനി 11-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-11. അശ്വിന പിബതം മധു ദീദ്യഗ്നീഷു ജിവ്രത ഋതുന യജ്ഞവാഹസ. അശ്വിനി കുമാരന്മാർ അഗ്നിയാൽ പ്രകാശിക്കുന്നവരും നിയമങ്ങളിൽ ദൃഢതയുള്ളവരും ഋതുക്കളോടുകൂടി യജ്ഞവാഹകരുമാണ്. അവർ മധുരമുള്ള ഈ സോമ രസം പാനം ചെയ്യാൻ അവരോട് ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ അശ്വിനി കുമാരന്മാരെ പറ്റിയാണ് പറയുന്നത്. അഗ്നിയെ പോലെ പ്രകാശിക്കുന്ന, അപ്പം ബലങ്ങൾ പ്രകാശവാന്മാരാണ്, നിയമങ്ങളിൽ ദൃഢത പാലിക്കുന്നവരാണ്. അപ്പൊ അശ്വിനി കുമാരന്മാരെയും ഈ സോമം പാനം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു യജ്ഞത്തിലേക്ക് അഗ്നി കൊടുക്കുമ്പോൾ, ഊർജം കൊടുക്കുമ്പോൾ അവിടെ എന്താണ് പറ്റുന്നത്? അവിടെ ഒരു ബലം ഉണ്ടാവുകയാണ്. ബലമാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ അകത്തുള്ള പൊട്ടിക്കലെല്ലാം ചെയ്തിട്ട് അരിയിൽ തന്നെ ഉറച്ചതാണ്, അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ടാണ് അതിനെ പദം വരുത്തുന്നത്. വിത്താണെങ്കിൽ വിത്തിന് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം കയറിയിട്ട് അതിനെ പൊട്ടിച്ചിട്ടാണ്, വികസിപ്പിച്ചിട്ടാണ് പുറത്തേക്ക് ചെടി മുളച്ചു വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം പൊട്ടിക്കൽ നടക്കുന്നുണ്ട്, ബോണ്ടുകൾ പൊട്ടിക്കുന്നുണ്ട്. അപ്പം ബലമാണ് അവിടെ പ്രയോഗിക്കുന്നത്. ബലം എപ്പോഴും ആക്ട് ചെയ്യുന്നത് 2 തരത്തിലാണ്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അത് ഫിസിക്സിൽ പഠിക്കുന്നതാണ്. ബലത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മളതിനെ റിസോൾവ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്ന് 2ആയിട്ട് തിരിച്ചിട്ടാണ് ഫിസിക്സിലെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുക. ആ 2 ബലങ്ങളിൽ, ഒരു ബലത്തിന് 2 ബലമുണ്ട് പെർപെൻഡിക്കുലറായിട്ടുള്ള, ഒന്ന് ഹൊറിസോണ്ടൽ, മറ്റേ വെർട്ടിക്കൽ. ഈ 2 എപ്പോഴും ജോഡിയായിട്ടാണ്. അതുകൊണ്ടാണ് അശ്വിനി കുമാരന്മാരെന്ന് പറയുന്നത്. എവിടെയെല്ലാം കർമ്മം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ബലം പ്രയോഗിക്കുന്നുണ്ട്. ബലം എപ്പോഴും അശ്വിനി കുമാരന്മാരായിട്ടാണ്, 2ആയിട്ടാണ്. അതുകൊണ്ട് അശ്വിനി കുമാരന്മാരെയും നമ്മളുടെ യജ്ഞത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അശ്വിനി കുമാരന്മാരെ പറ്റി മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത 12-ാം ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 15-12. ഗാർഹപത്യേന സന്ധി ഋതുനാ യജ്ഞനീരസി ദേവാൻ ദേവയതേയജാം. അഗ്നി ഋതുക്കളോടുകൂടി ഭവന പാലകനും യജ്ഞ നിർവാഹകനുമാണ്. ദേവകളുടെ പ്രീതി ആഗ്രഹിക്കുന്ന യജമാനന് വേണ്ടി ദേവാർച്ചന ചെയ്യുന്നു. ഇവിടെ അഗ്നിയോട് പറയുകയാണ്, നിങ്ങൾ ഋതുക്കളോടുകൂടി വന്നിട്ട്, നമ്മൾ ഓരോ ഋതുക്കളിലാണ് വീടുകളിൽ എല്ലാ കാര്യം ചെയ്യുക. ചില ഋതുക്കളിൽ നമ്മൾ എന്ത് ചെയ്യും? പണ്ട് കാലത്തെല്ലാം പഴയ ഓലയെല്ലാം മാറ്റിയിട്ട് ഉരമെയ്യുക ചെയ്യും.
നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഓരോ സീസൺ നോക്കിയിട്ടാണ് വീട്ടിന് പെയിൻ്റെല്ലാം അടിക്കുക. മഴക്കാലത്ത് കൊണ്ട് പെയിൻ്റ് അടിക്കില്ല. അപ്പോൾ നമ്മളെ വീടിനെ പരിപാലിക്കുന്നതിനെല്ലാം ഋതുക്കൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് പറയുകയാണ് അഗ്നിയോട്, നീ ഋതുക്കളോടുകൂടി വന്നിട്ട് നമ്മളെ ഭവനത്തെ പാലിക്കുക. ഭവനം പാലിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാം പണ്ട് നെല്ല് വന്ന് അറിയുന്ന ഒരു സീസണിലാണ്. അപ്പം നീ നമ്മളുടെ ധനത്തെ ഭവനത്തെ സംരക്ഷിക്കുകയും യജ്ഞനിർവാഹകനുമാകുന്നു. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം യജ്ഞങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം സീസണെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്, ഋതുക്കളെ അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. അപ്പോൾ അത് ഏതിൻ്റെ അഗ്നിയും കൂടി ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ ഋതുക്കൾ നോക്കിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ചെടി നടുക്കുന്നതിന് ഓരോ ഋതുക്കളുണ്ട്, സീസണുണ്ട്. വീട്ടിൽ ഇപ്പം കല്യാണം നടത്തുന്നതന്നെ ഓരോ സീസണെല്ലാം നോക്കിയിട്ടാണ് കല്യാണം. അതേമാതിരി ശബരിമലക്ക് പോകുന്നതിന് ഒരു സീസൺ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം സീസൺ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദേവകളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള യാഗത്തിൽ നീ ദേവാർച്ചന ചെയ്യുമെന്ന് പറയാണ്. ദേവതകളെ പ്രീതിപ്പെടുത്തുക. നമ്മൾ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ദേവതകളെ. നമ്മളെല്ലാ വസ്തുക്കളും ദേവതകളാണ്. ഇപ്പം ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളവും കൊടുക്കുമ്പോൾ അത് നല്ല ചോറായി മാറണ്ടെങ്കിൽ ആ അരി എന്തായിരിക്കണം? അതിന് വേണ്ട വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്താലേ ആ ദേവത തൃപ്തിയാവും. അല്ലാതെ അരി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദേവത തൃപ്തിയാവില്ല. അപ്പോൾ അത് ചോറായി മാറണ്ടെങ്കിൽ അരി ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കണം. അതുമാതിരി വെള്ളം തൃപ്തിയാണെങ്കിൽ ആവശ്യമുള്ള അരിയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോന്നിനും തൃപ്തിയുണ്ട്. വെള്ളത്തിന് എന്ത് വേണം? ആ ചൂടുണ്ടെങ്കിൽ മാത്രം, ആവശ്യത്തിനുള്ള ചൂട് കൊടുത്താൽ മാത്രമേ വെള്ളം എന്തായി മാറ്റുള്ളൂ, അരിനെ ചോറാക്കിയിട്ട് മാറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാത്തിനും എന്ത് വേണം? ദേവതകളെയാണ് ആ കൊടുക്കുന്ന ഇൻപുട്ടിനെ എല്ലാം തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇൻപുട്ട് എന്തായി മാറും? ഔട്ട്പുട്ടായിട്ട്